വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. UDF നിയന്ത്രണത്തിലുള്ള കൊല്ലം പേരൂർ സർവീസ് സഹകരണ ബാങ്കിൽ ലോക്കറിൽ നിന്ന് സ്വർണ്ണാഭരണം കാണാതായ സംഭവത്തിൽ ബാങ്കിന് മുന്നിൽ കുടുംബത്തിന്റെ പ്രതിഷേധം പുരോഗമിക്കുന്നു. 48 പവൻ സ്വർണം ലോക്കറിൽ നിന്ന് കാണാതായി എന്നാണ് പരാതി. ഏപ്രിൽ 27 സ്വർണം എടുക്കാൻ എത്തിയപ്പോഴാണ് കാണാനില്ല എന്നുള്ള വിവരം അറിയുന്നത്. അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി മനോജ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. മനോജ്, ഈ കൊല്ലം പേരൂർ സർവീസ് സഹകരണ ബാങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് പ്രതിഷേധക്കാരുടെ ആവശ്യം? എങ്ങനെയാണ് ഈ 47 പവൻ സ്വർണം അപ്രത്യക്ഷമായത്? മനോജ്. അശ്വതി, ഞാൻ നിൽക്കുന്നത് പേരൂർ സർവീസ് സഹകരണ ബാങ്കിന് മുന്നിലാണ്. നമ്മൾ നേരത്തെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് പേരൂർ സ്വദേശിയായിട്ടുള്ള ധന്യയുടെ സ്വർണ്ണാഭരണങ്ങളാണ് ലോക്കറിൽ നിന്ന് കാണാതെ പോയിട്ടുള്ളത്. നേരത്തെയും പരാതിയുമായി ധന്യ ഇവിടേക്ക് എത്തിയിരുന്നു, പോലീസിനെ സമീപിച്ചിരുന്നു. പക്ഷേ ഇതുവരെയും ഒരു നടപടിയും ആയില്ല എന്നുള്ളതാണ് ധന്യയുടെ പരാതി. അതുകൊണ്ട് തന്നെയാണ് കുടുംബത്തോടൊപ്പം ഇപ്പോൾ ബാങ്കിന് മുന്നിൽ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി എത്തിയത്. എന്തായാലും ഈ ഒരു സംഭവം അതായത് ഉണ്ടായതിനു ശേഷം പോലീസിൽ പരാതി നൽകിയിരുന്നു, കമ്മീഷണർ വരെ നേരിട്ട് കണ്ടിരുന്നു. പക്ഷേ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് അന്വേഷണം നടക്കുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച എൻ്റെ വീട്ടിൽ വന്നായിരുന്നു. എന്നെ, ഹസ്ബൻഡിനെ, ഫാമിലി എല്ലാം കണ്ടു. ഞങ്ങളുടെ ജെന്യുവനായിട്ട് കാര്യങ്ങളെല്ലാം അവർ സംസാരിച്ചു. പക്ഷേ പിന്നീട് നമുക്ക് അങ്ങോട്ട് ഒരു വിവരങ്ങളോ കാര്യങ്ങളോ അറിയാൻ വയ്യ. ഞാൻ ബാങ്കിലും കഴിഞ്ഞ ആഴ്ച ഞാൻ സെക്രട്ടറിയെ നേരിട്ട് വന്ന് കണ്ടു. അപ്പോഴും മാഡം പറയുന്നത് തന്നെ മറ്റേതെങ്കിലും ലോക്കറിൽ എൻ്റെ ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കിട്ടെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ബാങ്കിൻ്റെ വിധു എന്ന് പറഞ്ഞ ലോക്കർ കഴിച്ച് ആ ചേട്ടൻ വരെ മെനഞ്ഞാന്ന് പറഞ്ഞ കാര്യം എൻ്റെ അച്ഛനോട് 10 ദിവസം തന്നെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാതെ ഒരു ജെനുവിൻ മറുപടി ആരുടെ ഭാഗത്ത് നിന്ന് വ്യക്തമായ ഒരു മറുപടി എനിക്ക് കിട്ടുന്നില്ല. അല്ലാതെ ചൈത്ര പറയണ ഞാൻ കേസിൻ്റെ വഴി പോയി നേടാൻ എനിക്ക് വർഷങ്ങൾ കഴിഞ്ഞ് നീതി കിട്ടിയിട്ട് കാര്യമില്ല. ഏപ്രിൽ 27 അറിയുന്നത്. ഞാൻ ഏപ്രിൽ 22 ഇവിടെ ബാങ്കിൽ വന്നിരുന്നു. എൻ്റെ ലോക്കർ അടുത്ത മാസം ക്ലോസ് ചെയ്യും. എനിക്ക് ഈ മെയ് മാസം ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു എൻ്റെ ഫാമിലിയിൽ ഒരാൾക്ക്. അപ്പോൾ എനിക്ക് അടുത്ത മാസം ഞാൻ ഇത് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ റെൻറ്റോ കാര്യങ്ങളോ അടയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഏപ്രിൽ 22 വന്നത്. അപ്പോൾ സജീവ് എന്ന് പറഞ്ഞ വ്യക്തി അണ്ണനാണ് ഇവിടെ ക്യാഷിൽ നിന്നത്. പുള്ളി എന്നോട് പറഞ്ഞു തന്നെ ഞാൻ പോയിട്ട് അടുത്ത ആഴ്ച വാ, ഇതുകൊണ്ടാണ് ലോക്കർ കൈകാര്യം ചെയ്യുന്നത്. പുള്ളി ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പോയിരിക്കുവാണെന്ന് പറയും. പുള്ളിക്കാരനെ ഞാൻ കുഞ്ഞിലെ കാണുന്ന വ്യക്തി ആയതുകൊണ്ട് അവർ പറഞ്ഞ പ്രകാരം ഞാൻ തിരിച്ചു പോയി. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നപ്പോൾ അർച്ചന മേഡം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, വിധു ഇല്ലെങ്കിൽ ലോക്കർ കൈകാര്യം ചെയ്യുന്ന ഞാനാണ്. പക്ഷേ എന്തുകൊണ്ട് സജീവൻ തന്നെ ഒഴിവാക്കി എന്ന് അറിയത്തില്ലെന്നാണ് പുള്ളി പറയുന്ന കാര്യങ്ങൾ. എത്ര പവനാണ് നിങ്ങൾ നഷ്ടമായത്? എൻ്റെ 48 പവൻ ഗോൾഡ് ഉണ്ട്. എൻ്റെ കല്യാണത്തിന് എൻ്റെ അച്ഛനും അമ്മ എനിക്ക് തന്നിരിക്കുന്ന 40 പവൻ ഗോൾഡാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് NRI ആയിരുന്നു. പിന്നെ എൻ്റെ മക്കളുടെ സകല പൊട്ടി സാധനങ്ങൾ എല്ലാം ഞാൻ അതിനകത്ത് കൊണ്ടുവച്ചിരിക്കും. താമസിക്കുന്ന കുട്ടിയത്താണ്. അവിടെ എനിക്ക് അടിച്ചുറപ്പുള്ള ഒരു നല്ല സൗകര്യമുള്ളൊരു വീടും കാര്യങ്ങളും ഒന്നുമല്ല. പിന്നെ ഞാനൊരു സ്വകാര്യ സ്ഥാപനത്തിൽ കൊട്ടിയതിൽ വർക്ക് ചെയ്യുകയാണ്. 4 വർഷം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പ്രൈവറ്റിൽ വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ അതുകൊണ്ട് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ വർഷങ്ങളുണ്ട് ഇത് കൊണ്ടുവച്ചുകൊണ്ടിരുന്നത് പല തവണകളായിട്ട്. പക്ഷേ എനിക്ക് ബാങ്കിൻ്റെ ഭാഗത്ത് ഒരു നീതിയോ ഒന്നും ഇതുവരെ കിട്ടുന്നില്ല. ഇതിൻ്റെ അധികൃതർ ഇപ്പോൾ എന്താ പറയുന്നത്? അവർ പറയണത് ഞാൻ കേസിൻ്റെ വഴി പോയി നേടിക്കോളാണ്. ചൈത്ര തമ്പാൻ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞത് നീ കേസിൻ്റെ വഴി പോയി ഇത് നേടിക്കോ, ഞങ്ങൾക്ക് ഇതിലൊരു റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളില്ല. എൻ്റെ ഇത് ലോക്കറിൽ നിന്ന് ഒരു കള്ളൻ കട്ടുകൊണ്ട് പോവുക അല്ലെങ്കിൽ ഒരു തീ പിടിച്ച് നശിച്ചോ ഒന്നും മുതലല്ല ഇത്. ശരിക്കും ഞാൻ വന്നപ്പോൾ പലവട്ടം ഇവരെന്നെ ഒഴിവാക്കി. പിന്നെ എൻ്റെ കീ മാത്രം ഉപയോഗിച്ച് ആ ലോക്കർ ഓപ്പൺ ചെയ്തു. ബാങ്കിൻ്റെ മാസ്റ്റർ കീ അന്നേരം ആ വ്യക്തി ഉപയോഗിച്ചിട്ടില്ല. പുള്ളി പോലീസിനോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ആ സമയം ഞാൻ ഉപയോഗിച്ചില്ല, ശരിയാണ്. അതെങ്ങനെ പറ്റിയെന്ന് വെച്ചാൽ പുള്ളിക്ക് അതിൽ വ്യക്തമായിട്ടൊരു മറുപടി പുള്ളിക്ക് പറയാനില്ല. പക്ഷേ എനിക്ക് എൻ്റെ സാധനം തിരിച്ചു കിട്ടണം. എൻ്റെ ഗോൾഡ് തിരിച്ചു കിട്ടാതെ ഞാൻ ഇവിടുന്ന് മുന്നോട്ട് പോകത്തില്ല. സമരമായിട്ട് മുന്നോട്ട് പോകും. ഞാൻ എൻ്റെ സമരമല്ല, എൻ്റെ പ്രതിഷേധം ഞാൻ അറിയിക്കുന്നത്. എനിക്ക് വേറെ മാർഗ്ഗമില്ല. എനിക്ക് എൻ്റെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും എനിക്ക് എവിടെയെങ്കിലും ഒരു സെറ്റ് ഭൂമി മേടിക്കാൻ വരെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലുകളാണ്. അപ്പോൾ എനിക്കത് തിരിച്ചു കിട്ടുന്നവരെ ഞാൻ മുന്നോട്ട് പോകും. എൻ്റെ കുട്ടികളുടെ പഠിത്തവും കാര്യങ്ങളും ഞാൻ എല്ലാം, എൻ്റെ ജോലി വരെ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതെല്ലാം കളഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നത്. ഞാൻ മുന്നോട്ട് പോകും. ഞാൻ ഇതിൻ്റെ മുമ്പിൽ കാണും. എനിക്ക് നീതി കിട്ടുന്നവരെ ഞാൻ ഇതിൻ്റെ മുമ്പിൽ കടന്ന് പ്രവർത്തിക്കുക. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് പോലും അറിയില്ല. തീർച്ചയായും ഒരു കുടുംബത്തിൻ്റെ നിസ്സഹായ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അവർ ഈ ബാങ്കിന് മുന്നിലാണ് കുട്ടികളോടൊപ്പം ഇപ്പോൾ സമരവുമായി ഇരിക്കുന്നത്. ഇവിടെ പ്രാദേശികമായിട്ടുള്ള BJPയുടെ നേതാക്കളും അതോടൊപ്പം തന്നെ യുവമോർച്ചയുടെ പ്രവർത്തകരുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ സമരത്തിന്, ഈ പ്രതിഷേധത്തിന് പിന്തുണയുമായി. എന്തായാലും ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലാണ് ഈ കുടുംബത്തോട് മറുപടി പറയുന്നത്. ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് കുടുംബത്തോട് മറുപടി പറയുന്നത്, ഞങ്ങൾ ഈ 2 ആഴ്ചക്കാലമായി ഇതിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെടുക്കുകയും പൊതുപ്രവർത്തകരെടുക്കുകയും ഈ മേഖലയിലുള്ള സമസ്ത മേഖലയിലും പെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളോടൊക്കെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവരിൽ നിന്നെല്ലാം നമുക്ക് അനുഭവപ്പെട്ടതും അതായത് നമുക്കറിയാൻ കഴിഞ്ഞത് ഈ ബാങ്കിനെ സംബന്ധിച്ച് വലിയ അലിഗേഷൻ ഉണ്ടെന്ന് തന്നെയാണ്. വർഷങ്ങളായി ഈ ബാങ്കിൽ പല രീതിയിലുള്ള കേസുകളും ഈ ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥർ തലത്തിലുള്ള പല ആൾക്കാർക്കുമെതിരെ കേസും അന്വേഷണങ്ങളും നടന്നു വരികയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലും പല രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ അവരെ മാറ്റി നിർത്തണം, സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊന്നും ഈ ബാങ്കിൻ്റെ നേതൃത്വം അതിന് തയ്യാറായിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു പ്രശ്നത്തിലേക്ക് ഇടപെടുന്നതെന്ന് പറയുന്നത് നമ്മുടെ ആവലാതിക്കാരി ധന്യ എന്നത്തെ വീട്ടിലെത്തുകയായിരുന്നു 2 ആഴ്ചക്ക് മുമ്പ്. അപ്പോഴാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത്. അപ്പോഴന്ന് പിറ്റേന്ന് മുതൽ തന്നെ നമ്മുടേതായിട്ടുള്ളൊരു അന്വേഷണം, നമ്മുടേതായിട്ട് എന്ന് പറയുമ്പോൾ നേരിട്ട് ബാങ്കിൽ തന്നെ ഞങ്ങൾ എത്തുമായിരുന്നു. ബാങ്കിൻ്റെ സെക്രട്ടറിയായിട്ട് തന്നെ 2 തവണ ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തി. നല്ല രീതിയിലുള്ള ചർച്ചയായിരുന്നു സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ നല്ല രീതിയിലെന്ന് പറയുമ്പോൾ
സെക്രട്ടറിക്കും ഇതിനകത്ത് കൃത്യമായിട്ട് പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നു, ഇത് പോയി എന്നുള്ളത് പറയാതെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചത്? അപ്പോൾ അതിനെ തുടർന്നാണ് ഇത്തരം ഇങ്ങനെ ഒരു സമരപരിപാടിയും മറ്റു കാര്യങ്ങളും തന്നെ മുമ്പോട്ട് പോകുന്ന അവസരത്തിൽ ഇന്ന് രാവിലെ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. അപ്പോൾ അതിനൊരു പിന്തുണ എന്നുള്ള രീതിയിലാണ് ഞങ്ങളിവിടെ എത്താൻ കഴിഞ്ഞത്. എന്തായാലും പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുവെന്ന് അറിയിച്ചിട്ടുണ്ട് കുടുംബത്തോട്. അതേസമയം തന്നെ ബാങ്കിന്റെ അധികൃതർ പറയുന്നത് കേസുമായി നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്തായാലും ഈ കുടുംബം നീതിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ ഈ സമരം ചെയ്യുന്നത്. ഈ സാധാരണ അവർ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന സ്വർണം ഒരു ബാങ്ക് ലോക്കർ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. അതായത് ധന്യയുടെ സ്വർണം മാത്രമാണോ ഇത്തരത്തിൽ ഈ പേരൂർ സഹകരണ ബാങ്കിൽ നിന്നും നഷ്ടമായത്? മറ്റാരുടെയെങ്കിലും സ്വർണം ഇത്തരത്തിൽ നഷ്ടമായതായി ഉള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ടോ? അതിനെപ്പറ്റി എന്തെങ്കിലും വിവരം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ മനോജെ? ചെറിയ രീതിയിലുള്ള അലിഗേഷൻസ് ഈ ബാങ്കിനെതിരെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ധന്യയുടെ സ്വർണ്ണമാണ്, അതായത് 48 പവനാണ് നഷ്ടമായതായി പരാതിയുള്ളത്. മറ്റാരുടെയെങ്കിലും സ്വർണ്ണം ഇതുപോലെ നഷ്ടമായതായി ഇവിടെ അറിഞ്ഞിട്ടുണ്ടോ? സാർ, എൻ്റെ വിഷയം ഈ ഏപ്രിൽ 27 നടക്കുന്നത്. അതിനുശേഷം ആ ഒരു സാറ്റർഡേ തന്നെ ഞാൻ അറിഞ്ഞ കാര്യമാണ്, ഈ 16-ാം വാർഡിൽ താമസിക്കുന്ന ഒരു ഫാമിലി ഇവിടെ ഒരു 18 പവൻ ഗോൾഡ് കൊണ്ടുവന്ന് പണയം വെച്ചു. അവർ തിരിച്ചെടുക്കാൻ വന്നപ്പോൾ അവരുടെ ഒരു 1.25 പവൻ്റെ വള അതിനകത്ത് നിന്ന് മിസ്സിംഗ് ആയിരുന്നു. 16-ാം വാർഡിൽ ഞാൻ മെമ്പറുടെ പേര് പറയുന്നില്ല, ഞാൻ ആ കുടുംബവും വ്യക്തമായിട്ട് പറയുന്നില്ല, നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് ബാങ്കുകാർ ആ 1.25 പവൻ്റെ വള മിസ്സിംഗ് ആയി ഇവരിവിടെ വലിയ വിഷയങ്ങളും കാര്യങ്ങളുമായി അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അവർ ഇൻഫോം ചെയ്തു. പക്ഷേ ബാങ്കുകാർ തന്നെ അത് പേയ്മെൻറ്റ് കൊടുത്ത് അവർ സെറ്റിൽ ചെയ്തെന്നാണ് ഞാൻ ഈ വരും ദിവസങ്ങളിൽ അറിഞ്ഞത്. ഞാൻ അത് അറിഞ്ഞ ശേഷം ഞാൻ ഈ പെരൂരുള്ള കുറേ ചേട്ടന്മാരുടെ സഹായത്തോടുകൂടി ഞാൻ ആ വീട്ടിൽ പോയി. പക്ഷേ ആ വീട്ടിൽ അവർ പറയണത് ഒരിക്കലും ഞങ്ങൾ ഇവിടെ ഒന്നും പണയം വെച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള പരാതികളായിട്ടൊന്നും പോയിട്ടില്ല. അവർ പരാതി കാര്യങ്ങളായിട്ട് പോയില്ല. അവരെ ബാങ്കുകാർ തന്നെ അവർക്ക് അതിനുള്ള ക്യാഷ് കൊടുത്ത് അവരെ സെറ്റിൽ ചെയ്തു. അപ്പോൾ അവർ പരാതിയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് ഒരിക്കലും പോകാൻ സാധ്യതയില്ല. പക്ഷേ ആ പഞ്ചായത്ത് മെമ്പർ എന്നോട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ആ പഞ്ചായത്ത് മെമ്പറോട് നിങ്ങൾ ചോദിച്ച ഇതിൻ്റെ സത്യാവസ്ഥ നല്ലതുപോലെ മനസ്സിലാവും. തീർച്ചയായും മറ്റ് വിവരങ്ങൾ കൂടെ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. എന്തായാലും ഈ കുടുംബം അങ്ങനെ ഒരു സമരവുമായി, അതായത് കുടുംബാംഗങ്ങൾ എല്ലാവരുമുണ്ട് ഈ ബാങ്കിന് മുന്നിലാണ് അവർ നിൽക്കുന്നത്. എന്തൊക്കെയായാലും തനിക്ക് നീതി ലഭിക്കുന്നത് വരെ ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ധന്യ പറയുന്നത്. കാരണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിൽ കേസിൽ FIR ഇടാൻ അവർക്കൊന്നും തയ്യാറായില്ല എന്നുള്ളതാണ്. അതിനുശേഷം കമ്മീഷണർ നേരിട്ട് പോയി കണ്ടതിന് ശേഷമാണ് FIR ഇടുന്നത്. പിന്നീട് ഒരു അന്വേഷണം ഉണ്ടാകുന്നത്. എന്തായാലും അന്വേഷണം എവിടെയും എത്തിയില്ല എന്ന് ആണ് ഇപ്പോൾ ഈ കുടുംബം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്വർണം എവിടെയാണെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല എന്നുള്ളൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഒരു ബാങ്കിനെ വിശ്വസിച്ച് ഇത്രയധികം സ്വർണം ആ ലോക്കറിലേക്ക് വെക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ബാങ്കിനില്ല എന്നുള്ളതാണ് ബാങ്ക് അധികൃതർ ആദ്യഘട്ടം മുതൽ പറയുന്നത്. അതായത് ഒരു ലോക്കറിലേക്ക് എന്താണോ വെക്കുന്നത് അതിനെക്കുറിച്ച് തങ്ങൾക്കറിയില്ല, ആ ലോക്കർ സുരക്ഷിതമായിരിക്കും എന്നുള്ളതാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. പക്ഷേ ആ ലോക്കറിൽ ഉണ്ടായിരുന്ന ഒരു സാധനം പോലും ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ പരാതി. അശ്വതി. മനോജ്, തീർച്ചയായും എന്തായാലും നമ്മുടേതായ രീതിയിലൊരു അന്വേഷണം അത്യാവശ്യം തന്നെയാണ്. കാരണം ധന്യയുടേത് മാത്രമല്ല, ഇത്തരത്തിൽ പലരുടെയും സ്വർണം നഷ്ടമായിട്ടുണ്ടെന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ അവരുടെ എല്ലാം പരാതികൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ബാങ്ക് അധികൃതർ പണം കൊടുത്തു എന്ന തരത്തിലുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്നാലും ഈ കൊല്ലം പേരൂർ സർവീസ് സഹകരണ ബാങ്കിനെ പറ്റിയുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ മനോജ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ലോക്കറിൽ നിന്ന് 48 പവൻ സ്വർണ്ണാഭരണമാണ് നഷ്ടമായത്. കുഞ്ഞുങ്ങളുടെ അടക്കം സ്വർണം, വിവാഹത്തിന് ലഭിച്ച സ്വർണം, കുഞ്ഞുങ്ങളുടെ അടക്കം സ്വർണം ഈ വീട്ടമ്മ ഈ ലോക്കറിൽ സൂക്ഷിച്ചിരുന്നു. എന്നാൽ എല്ലാ വർഷവും കൃത്യമായി ഓഡിറ്റിംഗ് നടത്തുമ്പോൾ ഇത്തരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായാൽ അധികൃതരുടെ ശ്രദ്ധയിൽ പെടേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ധന്യയുടെ സ്വർണ്ണാഭരണം നഷ്ടമായ വിവരം ഇതുവരെയും അധികൃതർ അറിയാതിരുന്നത്? അതിലൊക്കെ ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ആ ദുരൂഹതകൾ നീക്കിയേ മതിയാകൂ. ഇത് മറ്റൊരു വലിയ അഴിമതിയുടെ കഥയാണോ വരാൻ പോകുന്നത് എന്നൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് കണ്ടറിയണം.